ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOSന്റെ +2 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 28 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. 28 അപ്പോൾ നമ്മൾ വന്ന ജേർണി ഏതാണ്ട് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ചാപ്റ്റർ 28 കൾച്ചറൽ ചേഞ്ച് ഇൻ ദ 20th സെഞ്ച്വറി. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഞാൻ ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സമ്മറി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ 20ാം നൂറ്റാണ്ടില് 20th സെഞ്ച്വറിയിൽ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ലോങ് ടേം ആയിട്ടും സ്ലോ ആയിട്ടും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ലോ ആൻഡ് ലോങ് ടേം ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചറൽ ആയിട്ട്, എഡ്യൂക്കേഷണൽ ആയിട്ട്, അതുപോലെ തന്നെ ആർട്സ് ആയിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ 20th സെഞ്ച്വറിയിൽ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് നടന്നിട്ടുണ്ട് എന്നാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അതായത് ഒത്തിരി സയന്റിസ്റ്റുകൾ വന്നു, പിന്നെ എന്താണ് ഒത്തിരി ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ വന്നു. എഡ്യൂക്കേഷൻ മേഖലകളിൽ ഒരുപാട് ഡെവലപ്ഡ് ഉണ്ടായി. മനസ്സിലായില്ലേ? എഡ്യൂക്കേഷൻ മേഖല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഒത്തിരി പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി. പിന്നെ നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവറോൺമെന്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരികപരമായിട്ട് ഫോക്ക് മ്യൂസിക്, അതുപോലെ തന്നെ ഡാൻസ് ഫോംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അല്ലെ. ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം മേരി ക്യൂറി എന്നും അതുപോലെ തന്നെ ഐൻസ്റ്റീനും ഒരുപാട് ഐസക് ന്യൂട്ടൺ, നമുക്ക് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ അറിയില്ലേ, ഹോമി ഭാഭ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാര് എന്ത് ചെയ്തിട്ടുണ്ട്? ഉദയം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ഫിലോസഫി ആൻഡ് ഹ്യൂമൻ സയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഈ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഭാഷകളില്, മതത്തില്, മാസ് മീഡിയയില് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ 20th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് പാഠമെന്നും പാഠത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിനകത്ത് എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോകാം. ചാപ്റ്റർ 28 കൾച്ചറൽ ചേഞ്ച് ഇൻ ദ 20th സെഞ്ച്വറി. അപ്പോൾ ഈ 20th സെഞ്ച്വറിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്ലോ ആൻഡ് ലോങ് ടേം ചേഞ്ചസ് ആണ്. പതുക്കെയാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടായത്. മെല്ലെ മെല്ലെ ഉണ്ടായ കാര്യങ്ങള് ലോങ് ടേം ചേഞ്ചസ് ആയി മാറുന്നു. ലോങ് ടേം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആയിട്ട്, ഒരു മാറ്റമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ദീർഘദൂരത്ത് ഒരു മാറ്റമായിട്ടൊക്കെ മാറുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് കൾച്ചർ ഡിഫൈൻ ചെയ്യും. കൾച്ചർ എന്താണെന്ന് നോക്കുക. അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മുമ്പ് വരുന്ന കാര്യമാണ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ 20th സെഞ്ച്വറിയിൽ ഒരുപാട് കാര്യങ്ങളില് സാംസ്കാരികപരമായിട്ട് മാറ്റം വന്നു. സാംസ്കാരികം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ്. ഇവിടെ നോക്കിക്കേ, തുടക്കത്തിൽ ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളില് ഫോക്ക് മ്യൂസിക്, ഡാൻസ് ഫോംസ്, ലിറ്ററേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട്? 20th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആർട്സ് ഫോംസ്, ഡാൻസ് ഫോംസ്, ഇതെല്ലാം എവിടെ ഉണ്ടായിട്ടുണ്ട്? നമുക്കൊരു ക്രിയേഷൻസ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഒക്കെ നമ്മുടെ ഈ 20th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുണ്ട്. ദ ഹോൾ വേ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ കൾച്ചർ എന്ന് പറയുമ്പോൾ? മനുഷ്യന്റെ ലൈഫ് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് കൾച്ചർ എന്ന് പറയുന്നത്. ദ ഹോൾ ഓഫ് വേ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? അവരുടെ ഡ്രസ്സിങ്ങില്, അതുപോലെ തന്നെ അവരുടെ വർക്കില്, അവരുടെ റുട്ടീൻ, അവരുടെ ദിനചര്യങ്ങളില്, അതുപോലെ തന്നെ പോപ്പുലർ കസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആചാരങ്ങൾ, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾ, ഇതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ കൾച്ചറൽ ഡിഫൈൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഈ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നോക്കി, മീനിങ് ഗിവൻ ടു ദ ടേം കൾച്ചർ. എന്താണ് പറയുന്നത്? പല വിഷയങ്ങളില് അല്ലെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് അത് ഇവിടെ പറയുന്നു. 20ാം നൂറ്റാണ്ടിലെ സാംസ്കാരികമായ ഈ മാറ്റങ്ങള് നമ്മുടെ യാത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജേർണി, നമ്മൾ ഈ ഒരു പാഠം ആരംഭിക്കുകയല്ലേ, അപ്പൊ ഇതില് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളില് ഈ കൾച്ചർ എന്ന് പറയുന്ന പദം എന്ത് ചെയ്തിട്ടുണ്ട്?
ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത് വ്യത്യസ്തമായ വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കെയർഫുള്ളി എന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം ഈ വേർഡ് പരാമർശിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് മീനിങ് ഗിവൺ ടു ദ ടേം കൾച്ചർ ഡിഫറെന്റ് ഡിസിപ്ലിൻസ്, പല തരങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. മീനിങ് ഗിവൺ ടു ടേം കൾച്ചർ. പിന്നെ എന്താണ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് തരത്തിലുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൾച്ചർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഫോക്ക് മ്യൂസിക് ആകാം, ഡാൻസ് ഫോംസ് ആകാം, ലിറ്ററേച്ചർ ആകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി, നമ്മുടെ ഈ 20th സെഞ്ചുറിയിൽ ഉണ്ടായി. ഇത് എങ്ങനെയായിരുന്നു, ദ ഹോൾ വേ ഓഫ് ലൈഫ് ആണ്. പിന്നെ എന്താ പറഞ്ഞത്, ഫെസ്റ്റിവൽസ്, അവരുടെ റൊട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദിനചര്യം, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ കസ്റ്റംസ്, ആചാരങ്ങൾ, ഇതെല്ലാം വളരെ വളരെ എന്തായി മാറുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. റിലീജിയസ് ട്രഡീഷൻ, റിലീജിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, മതപരമായ കാര്യങ്ങൾ. പിന്നെ എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ജാതി വ്യവസ്ഥ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസിലോട്ട് പോകുന്നുണ്ട്. പിന്നെ പറയുന്നു എന്താണ്, ഇംപ്ലിക്റ്റ് വാല്യൂസ്, ബിലീവ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, മൂല്യങ്ങള് അല്ലെ, ബിലീവ്സ് വിശ്വാസങ്ങള്, ആറ്റിറ്റ്യൂഡ്സ് മനോഭാവങ്ങള്, ഇതെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഷെയർ ചെയ്യാനും അതനുസരിച്ച് ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, പല കൾച്ചേഴ്സ് ചേരുമ്പോഴാണ് ഒരു കൾച്ചറായി മാറുന്നത്, നമുക്കറിയാലോ. അതുപോലെ ഇവിടെ എന്താണ്, ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാകുകയാണ്. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒത്തൊരുമയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതാണ് പറയുന്നത് ഇംപ്ലിക്റ്റ് വാല്യൂസ്, ബിലീവ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വൈലി ഷെയർഡ് അണ്ടർസ്റ്റുഡ് ഇൻ കമ്മ്യൂണിറ്റി ദാറ്റ് റിക്കഗ്നൈസ്ഡ് as the core of any culture. പല കൾച്ചറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോണ്ടിങ്, ഒരു ഷെയറിംഗ് ഒക്കെ, ഒരു ബോണ്ടിങ് ഒക്കെ ഉടലെടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്തെന്താണ് ഇവിടെ പറയുന്നത്, മെറ്റീരിയൽസ് കൾച്ചർ. എന്താണ് മെറ്റീരിയൽസ് കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, പോട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, പോട്ടറി ഈ മൺപാത്ര നിർമ്മാണം, ജുവലറി എന്ന് പറയുന്നത് എന്താണ്, ആഭരണ നിർമ്മാണം. പിന്നെ എന്താണ്, ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ. ഇതെല്ലാം എന്തിലാണ് വരുന്നത്, ഈ മെറ്റീരിയൽ കൾച്ചർ ആയിട്ടാണ് വരുന്നത്. മനസ്സിലായി. ഇപ്പൊ സിമ്പിൾ ആണ്, നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്, കൾച്ചർ ഡിഫൈൻഡ് ആണ്. എന്താണ് കൾച്ചർ ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിങ് ഗിവൺ ടു ദ ടേം കൾച്ചേഴ്സ്. പിന്നെ എന്താ പറയുന്നത്, പല തരത്തിലുള്ള ആർട്ടിസ്റ്റിക് കൾച്ചേഴ്സ് ഉണ്ട്. എങ്ങനെയാണ്, ഫോക്ക് മ്യൂസിക്കില്, ഡാൻസില്, പെർഫോമൻസില്, ലിറ്ററേച്ചറില്, കസ്റ്റംസില്, റിച്വൽസില്, അതുപോലെ റിലീജിയൻ, പിന്നെ എന്താണ് കാസ്റ്റ്, ഫെസ്റ്റിവൽസില്, അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ എവിടെ ഉണ്ടായി, 20th സെഞ്ചുറിയിൽ ഉണ്ടായി. പിന്നെ എങ്ങനെയാണ് വാല്യൂസ്, അവരുടെ മൂല്യങ്ങൾ മാറി, ആറ്റിറ്റ്യൂഡ് മാറി, പിന്നെ എന്താ പറഞ്ഞത്, ബിലീവ്സ് വിശ്വാസങ്ങൾ മാറി, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇവരെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഒരു ബോണ്ടിങ് ആയിട്ട് മാറുകയാണ്. ഇനി എന്താ പറഞ്ഞത്, ഒരു മെറ്റീരിയലിസ്റ്റ് കൾച്ചേഴ്സ് അല്ലെ, ഒരു ഭൗതികപരമായ ഒരു കൾച്ചർ ഉണ്ട്. അത് ഏതൊക്കെയാണ്, പോട്ടറി മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മൺപാത്ര നിർമ്മാണം. ജുവലറി മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ആഭരണ നിർമ്മാണം. ബിൽഡിങ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്തുണ്ടായ മാറ്റങ്ങൾ ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, അവിടെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സയൻസിലും ആർട്സിലും എന്റർടൈൻമെന്റ്സിലും വാല്യൂസിലും റിലീജിയനിലും എഡ്യൂക്കേഷനിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് 20th സെഞ്ചുറിയിൽ കാണാൻ കഴിയുമെന്നാണ് അവസാനത്തെ പോയിന്റ്സിൽ പറയുന്നത്. സിമ്പിളായ കാര്യങ്ങളാണ്. ഇനി നോക്കിക്കേ, സയൻസ് ആൻഡ് ടെക്നോളജി. എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി? ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. നോക്കിക്കേ 28.2 എന്ന് പറയുന്നത് നോക്കിക്കേ എന്താണ്, അതായത് 20th സെഞ്ചുറിയിൽ ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി. ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിച്ച് അഫക്റ്റഡ് ട്രാൻസ്ഫോംഡ് എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ. ഇത് എവിടേക്ക് അഫക്ട് ചെയ്തു? എന്റർടൈൻമെന്റിൽ അഫക്ട് ചെയ്തു, എഡ്യൂക്കേഷനിൽ അഫക്ട് ചെയ്തു. പിന്നെ എന്താണ് പറയുന്നത്, ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഗതാഗത മേഖലകളില്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആശയവിനിമയ മേഖലകളിൽ ഒക്കെ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. റാപ്പിഡിങ് എന്ന് പറയുന്നത് എന്താണ്, അതിവേഗമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിവേഗ മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ എന്താണ്, കാർസ് ആൻഡ് എയ്റോപ്ലെയിൻസ്, റേഡിയോ, ട്രാൻസിസ്റ്റേഴ്സ്, മൂവീസ് ആൻഡ് ടെലിവിഷൻ, കാൽക്കുലേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ, സാറ്റലൈറ്റ്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി നോക്കിക്കേ. ഞാൻ ഒറ്റ വാക്കിൽ വായിച്ചു പറഞ്ഞുവെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. കാറുകള്, എയ്റോപ്ലെയിനുകള്, റേഡിയോ, ട്രാൻസിസ്റ്റേഴ്സ്, മൂവീസ്, സിനിമകള്, ടെലിവിഷൻ, പിന്നെ എന്താണ്, കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, സാറ്റലൈറ്റ്, മൊബൈൽ ഫോൺസ്, ലേസേഴ്സ് ആൻഡ് ഇതെല്ലാം ഈ ന്യൂ പ്രൊഡക്ട്സ് ഒക്കെ എപ്പോഴാണ് വന്നത്? ഈ സെഞ്ചുറിയിലാണ്.
ഈ 20th സെഞ്ചുറിയിലാണ് ഇവയുടെ എല്ലാം ഇന്നവേഷൻ അല്ലെ ഇവയുടെ എല്ലാം കണ്ടുപിടുത്തങ്ങള് പ്രചാരത്തിൽ വന്നത്. അപ്പോ സയൻസ് ആൻഡ് ടെക്നോളജി മാറ്റം ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞു മനസ്സിലായല്ലോ? കാറുകള്, ടെലിവിഷൻസ്, അതുപോലെ തന്നെ എയ്റോപ്ലെയിൻസ്, മൂവീസ്, ട്രാൻസിസ്റ്റേഴ്സ്, സാറ്റലൈറ്റ്, ടെലിവിഷൻ, ഇങ്ങനെയുള്ള വേറെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കാൽക്കുലേറ്റേഴ്സ് അല്ലെ, കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം എന്ത് ചെയ്തു? ഈ സമയത്ത് 20th സെഞ്ചുറിയിലാണ് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത്. ഇനി ബിഹൈൻഡ് ദ സ്പിരിറ്റ് ഓഫ് ടെക്നോളജി ഇന്നോവേഷൻ വെരി ഇൻട്രിക്കേറ്റ് ഡെവലപ്മെന്റ്സ് വേരിയസ് സയന്റിഫിക് റിലേംസ് സബ് അറ്റോമിക് ഫിസിക്സ്, ഫിസിക്സിൽ ഭൗതിക ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ജെനറ്റിക് ആൻഡ് മോളിക്കുലർ ബയോളജിയിലും ഒരുപാട് മാറ്റങ്ങൾ. സ്പേസ് റിസർച്ച് എന്ന് പറയുന്നതാണ്, നമുക്കറിയാം ആകാശത്തിലേക്ക് പോകുന്ന അല്ലെ, നമ്മൾ പറയാം അസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞ് ജ്യോതിശാസ്ത്രം, ഇവയിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ബയോളജിയിൽ മോളിക്കുലർ ആയിട്ടുള്ള എന്താണ്, ബയോളജിയിൽ ജെനറ്റിക് ആൻഡ് മോളിക്കുലർ ബയോളജി, അറ്റോമിക് ഫിസിക്സ് ഭൗതിക ശാസ്ത്ര മേഖലകളില്, പിന്നെ സ്പേസ് റിസർച്ച്, അവയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആ സമയത്തുണ്ടായിരുന്ന ഒരു 4-5 പേരുടെ പേര് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മേരി ക്യൂറി എന്നും ആൽബർട്ട് ഐൻസ്റ്റീനും പിന്നെ ഹോമി ജെ ഭാവ, ഇങ്ങനെയുള്ള കുറച്ച് എനിമേൻ എന്ന് പറയുന്ന കുറച്ചു പേരുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജി. വേറെ ഒന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്നവേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച പീരീഡ് ആയിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 20th സെഞ്ചുറി. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? 2 കാര്യം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഒന്നാമത്തേത് കൾച്ചറൽ ഡിഫൈനും, രണ്ടാമത്തെ കാര്യം എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജിയും പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് കൾച്ചറൽ ചേഞ്ചസ് ഇൻ 20th സെഞ്ചുറി. നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെയാണ്, അത് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വേണമെന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു തരുന്നു. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ നോക്കിക്കേ. ബിസൈഡ് സയൻസ് ഓഫ് 20th സെഞ്ചുറി is also been time consider growth the art of forms such as painting, music, literature, of the emergence of some totally novel artistic media such as cinema and record music. ആർട്ടും ലിറ്ററേച്ചറും അല്ലേ പഠിക്കുന്നത്, കലയും ശാസ്ത്രവും അല്ലെ, കലയും സാഹിത്യം. അപ്പൊ കലയും സാഹിത്യം പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്? ഒരു പെട്ടെന്നുള്ള ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച ഉണ്ടാവുകയാണ്. എങ്ങനെയാണ്? പെയിന്റിങ്ങില് ഒരുപാട് തരത്തിലുള്ള വിശ്വവിഖ്യാതമായ ചിത്രകാരന്മാരെ കുടലെടുക്കുന്ന പീരീഡ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? 20th സെഞ്ചുറി എന്ന് പറയുന്നത്. പെയിന്റിങ്, പിന്നെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സാഹിത്യം, പിന്നെ എന്താണ്? എമർജൻസ് ഓഫ് സം ടോട്ടലി നോവൽ ആർട്ടിസ്റ്റ്, അതായത് നമുക്കറിയാലോ എഴുത്തുകാര്, പിന്നെ സിനിമ, റെക്കോർഡ് മ്യൂസിക്, ഇതെല്ലാം ഈ സമയത്തുണ്ടായ മാറ്റങ്ങളാണ്. ഇതിനെയാണ് 20th സെഞ്ചുറിയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങളില് ഒരുപാട് മോഡേണൈസ് ആയിട്ടുള്ള കാര്യങ്ങള്, ആധുനികപരമായിട്ട് കാര്യങ്ങളൊക്കെ ഉടലെടുത്തു. എപ്പോഴാണ്? 20th സെഞ്ചുറിയിൽ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ്? ആൾദോ മോഡേണൈസേഷൻ ഡൈവേഴ്സ് സ്ട്രീം ഓഫ് സിംബോളിസം, ഇംപ്രഷണൽ ആൻഡ് റിയലിസം. റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ? യാഥാസ്ഥിതിക അല്ലെ യാഥാർത്ഥ്യം. ഓൺ മേജർ ടെൻഡൻസി കോമൺ ടു ഹാസ് ബീൻ ആൻഡ് ഡീപ്പർ വേൾഡ് സബ്കോൺ ഫീലിംഗ്സ് തോട്ട് പോർട്രേറ്റ് അപ്പിയറൻസ്. ഇവിടെ നോക്കിക്കേ, ജസ്റ്റ് അതൊന്ന് നമുക്ക് വലുതായിട്ടൊന്നും നോക്കണ്ട. നമുക്ക് നോക്കാനായിട്ടുള്ള കാര്യങ്ങള് ആർട്ടും ലിറ്ററേച്ചറും കാര്യങ്ങളിലൊക്കെ നോക്കുക. അതിനകത്തുള്ള ആൾക്കാർ 20th സെഞ്ചുറിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, സിനിമയിലും അതുപോലെ തന്നെ റെക്കോർഡ് മ്യൂസിക്കിലും അതുപോലെ തന്നെ നോവൽ റൈറ്റിംഗിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നോക്കിയ ലാസ്റ്റ് പാരഗ്രാഫില് അവിടെ കൊടുത്തിട്ടുണ്ട്, പാബ്ലോ പിക്കാസോ ഫേമസ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ക്യൂബിസം. പാബ്ലോ പിക്കാസോ എന്താണ് കൊണ്ടുവന്നത്? ക്യൂബിസം എന്ന് പറയുന്ന മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു വ്യൂ ഫിഗേഴ്സ് കൊണ്ടുവന്നു. മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ ഡയമെൻഷൻ ആയിട്ടുള്ള നമുക്കറിയാം, ഇപ്പോ ക്യൂബായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരേപോലെ ഒരേ കളർ ഒരു സൈഡിലാക്കുന്ന ഒരു ഗെയിംസും കാറ്റും അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഒരു ഉപകരണം ഉണ്ടല്ലോ. അതുപോലെ പാബ്ലോ പിക്കാസോ എന്ത് കൊണ്ടുവന്നു? ഫേമസ് ആയിട്ടുള്ള ഇൻട്രൊഡ്യൂസിങ് ക്യൂബിസം കൊണ്ടുവന്നത് ആരാണ്? നമ്മളെ പാബ്ലോ പിക്കാസോ ആണ്. മൾട്ടി ഡയമെൻഷണൽ ഫിഗർ ആണത്. പിന്നെന്താണ്? പെയിന്റിങ്, ഫേമസ് ഐറിഷ് റൈറ്റർ ആയ തോമസ് ജോയ്സും പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ടെക്നിക്കാണ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്, ഹിസ് വർക്ക് കാൾഡ് യൂലിസസ്. അപ്പൊ തോമസ് ജോയ്സിന്റെ വർക്കിന്റെ പേരെന്താണ്? യൂലിസസ്. മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ 2 പേരെ നിങ്ങൾക്ക് ആർട്ടിൽ പഠിക്കാനുണ്ട്. ആരൊക്കെയാണ്? പാബ്ലോ പിക്കാസോ കൊണ്ടുവന്ന ക്യൂബിസവും. അതെന്താണ് ക്യൂബിസം എന്ന് പറയുന്നത്? മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു വർക്കാണ്. മനസ്സിലായോ? ഇനി അടുത്തെന്താണ്? ഫിഗർ ആൻഡ്
പെയിന്റിംഗ് ആൻഡ് ഫേമസ് ഐറിഷ് റൈറ്റർ. ഒരു ഐറിഷ് റൈറ്ററെ ആരാണ്? ജെയിംസ് ജോയ്സ്. ജെയിംസ് ജോയ്സ് എന്താ കൊണ്ടുവന്നത്? ഹു ഇൻട്രൊഡ്യൂസ് ദ ടെക്നിക് ഓഫ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്. സ്ട്രീം ഓഫ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ്, ബോധപരമായ കാര്യങ്ങൾ അല്ലെ, കോൺഷ്യസ് ആയിട്ടുള്ള വർക്കിന്റെ പേരെന്താണ്? യുലിസസ് എന്ന് പറയുന്ന വർക്കും അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ ഈ രണ്ടുപേരുടെ പേരും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് എക്സ്ട്രീംലി ബോൾഡ് ആൻഡ് എക്സ്പെരിമെന്റ്. ഈ സമയത്തുള്ള റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെന്താണ്? എക്സ്പ്രസ്ഡ് അവരുടെ വിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നും നമുക്കവിടെ കുറച്ച് പേര് മാക്സിം ഗോർക്കി നോവലായിട്ട് എഴുതിയിട്ടുള്ള മാക്സിം ഗോർക്കി കുറച്ച് പേര് പേരുകൾ മാത്രം അവിടെ ഓർത്ത് വെക്കുക. മാക്സിം ഗോർക്കി എന്ന് പറഞ്ഞ ഒരു പോയറ്റ് ആയിരുന്നു. അലക്സാണ്ടർ ബോക്കർ റഷ്യയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നെന്താണ്? ലീഡിംഗ് ലൈറ്റ് ടു ട്രെൻഡ്. ദീസ് പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ആർ ഇൻസ്പയർഡ് ഐഡിയൽസ് ആൻഡ് ഇഗാലിറ്റേറിയൻ ട്രാൻസ്പോർഷൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ച വ്യക്തികളായിരുന്നു ആരൊക്കെ? ഈ മാക്സിം ഗോർക്കി എന്ന് പറഞ്ഞ നോവലിസ്റ്റും അതുപോലെ തന്നെ അലക്സാണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന വ്യക്തിയും. ഇനി നമുക്ക് റഷ്യ റെവല്യൂഷൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ബോൾഷെവിക് വിപ്ലവം, മെൻഷെവിക് വിപ്ലവം. ഇവിടെ നോക്കിക്കേ, ബോൾഷെവിക് റെവല്യൂഷൻ and the creation of Soviet Union inspired many, and socialism, realism continued to inspire. Consider creative work many non-communist countries caught and fires tape colonial ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പോണന്റ്. നമുക്കറിയാം ആ സമയത്ത് നമ്മൾ പഠിച്ച ഒരുപാട് പേര് എന്തിലോട്ട് തിരിഞ്ഞു? സോഷ്യലിസത്തിലോട്ട് എന്ത് ചെയ്തു? തിരിയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ ആ സമയത്തുണ്ടായ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ ഉണ്ടായ മാറ്റങ്ങൾ ആണ്. മനസ്സിലായല്ലോ? നമുക്ക് അവിടെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. താഴെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 100 Years of the Post Colonial Masters ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. നമുക്ക് എന്താണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. ജസ്റ്റ് ഞാൻ എല്ലാം നമുക്ക് പറഞ്ഞു തരാനും സമയം ഒരുപാടായിപ്പോ. അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. മാക്സിം ഗോർക്കി 2-3 ആൾക്കാരെ പഠിച്ചു വയ്ക്കുക. മാക്സിം ഗോർക്കി അതുപോലെ അലക്സാണ്ടർ ബ്ലോക്ക്. ഓക്കെ, ഇനി നോക്കിക്കേ, ഫിലോസഫി ആൻഡ് ദ ഹ്യൂമൻ സയൻസസ്. എന്താണ് ഫിലോസഫി ആൻഡ് ഹ്യൂമൻ സയൻസസ് എന്ന് പറയുമ്പോൾ? ദ ടേം സ്റ്റുഡൻസ്, ഫാക്കൾട്ടി, പൊസിഷൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് പബ്ലിക്കേഷൻ. ദ ഹ്യൂമൻ സയൻസസ്. എന്തൊക്കെയാണ് ഹ്യൂമൻ സയൻസസ് എന്ന് പറയുന്നത്? മനുഷ്യന്റെ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഏതൊക്കെയാണ്? മനുഷ്യന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസും സൈക്കോളജിയുമാണ്. സോഷ്യൽ സയൻസും സൈക്കോളജിയുമാണ് മനുഷ്യന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഹാസ് ബീൻ ഫിനോമിനൽ എക്സ്പാൻഷൻ ആൻഡ് 20th century and especially after the Second World War in most countries of the world. ഓക്കെ, ഈ ഒരു ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താണ് ഈ ഇൻഫാക്ട് ദ ബർത്ത് സ്പെഷ്യലൈസ്ഡ് ഡിസിപ്ലിൻ കോംപ്രഹെൻസീവ്. ജസ്റ്റ് അത് ഓർത്തു വെക്കുക. നമ്മുടെ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും സൈക്കോളജിയും ഒക്കെ പ്രധാനപ്പെട്ട ഡിസിപ്ലിൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് സയൻസ് ആയിട്ട് മാറി വരികയാണ്. ആ സമയത്താണ് AJ Ayer ആൻഡ് വിറ്റ്ഗൻസ്റ്റൺ itself shift and form increasingly probably. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. വേണമെന്നുള്ളത് മാത്രം നോക്കി പോകാം. നോം ജോസ്കി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്. നോം ജോസ്കി അതുപോലെ ലൂയിസ് അൽത്തൂസർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, അതായത് ഇവരെല്ലാം എന്താണ് റൈറ്റേഴ്സ് ആയിരുന്നു, ഗ്രേറ്റ് തിങ്കേഴ്സ് ആയിരുന്നു. അവരെയൊക്കെ എന്ത് ചെയ്യുക? പേരുകൾ മാത്രം ഓർത്തു വെക്കുക. ഇതിനകത്ത് നമുക്ക് വേണമെന്നുള്ളത് എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി ആൻഡ് സൈക്കോളജി ആൻഡ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം എന്ത് ചെയ്തു? ഒരുപാട് മാറ്റങ്ങളോടെ എന്ത് ചെയ്തു? 20th century വരികയുണ്ടായി. ജസ്റ്റ് ഒന്ന് അറിവിലത്തേക്ക് മാത്രമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒത്തിരി ഉണ്ട് ഈ പാഠഭാഗത്തിൽ. നമുക്ക് അതെല്ലാം ചർച്ച ചെയ്ത് പോകണം. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നത്? കുറച്ച് പറഞ്ഞു പോകുന്നത്. ലാംഗ്വേജസ് എന്തൊക്കെയാണ്? ലാംഗ്വേജസ് നോക്കിക്കേ. വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ കൾച്ചറൽ ലാംഗ്വേജ്. നമുക്കറിയാം ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ എന്താണ് മാറ്റങ്ങൾ വന്ന പീരീഡ് ആണ് അല്ലെ 20th century എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? ദ വേൾഡ് ലോ. നമുക്കറിയാം നാനാത്വത്തിൽ ഏകത്വം അല്ലെ, ഡൈവേഴ്സിറ്റി ആണ്. അത് മാത്രമല്ല ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നവർ എവിടെയുണ്ട്? എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. എന്തൊക്കെയാണ്? ക്ലാസിക്കൽ ലാംഗ്വേജ് ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, ലാറ്റിൻ ഉണ്ട്. അതുപോലെ ഒരുപാട് ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ എമർജൻസി ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പറഞ്ഞ ഏകദേശ കണക്കനുസരിച്ച് 6500ഓളം ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡില് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നിയർലി ഹാഫ് ഓഫ് ദീസ് സ്പോക്കൺ ഇൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രോസസ് ടു ബി എക്സ്റ്റെൻഡ് ഓൾറെഡി. നമുക്ക് ജസ്റ്റ് ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ദ മേജർ ലാംഗ്വേജ് മദർ ടങ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ മേജർ ലാംഗ്വേജസ് എന്ന് പറയുന്നത് എന്താണ്? മാതൃഭാഷ എന്ന് പറയുന്നത്
ഏതൊക്കെയാണ്? നമുക്ക് ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. ഫ്യൂച്ചർ ചേഞ്ചിങ് ലാംഗ്വേജസ് ഗ്ലോബ് in will extend at least languages among the educated people of the English language has particularly emerged second adopted language. ഇംഗ്ലീഷിനെ നമ്മൾ രണ്ടാമത്തെ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് the growth of globalization and the emergence of internet with the Chinese remain biggest linguistic group of the world. ഈ നമ്മുടെ ഈ ചൈനക്കാരില്ലേ, ഈ ചൈനീസ് എന്ന് പറയുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ട് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്, ഭാഷാപരമായ ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. നമ്പർ ഓഫ് പീപ്പിൾ നോയിങ് ഇംഗ്ലീഷ്, ഒരുപാട് പേർക്ക് എന്തറിയാം, ഇംഗ്ലീഷ് ഇപ്പൊ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ദ നമ്പർ ഓഫ് നോയിങ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഹയസ്റ്റ്. ആദ്യത്തെ എന്താണ് ചൈനീസ് ആയിട്ട് പറഞ്ഞിട്ട് രണ്ടാമത്തത് എല്ലാവരും സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ടും എല്ലാവരും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഷയുമായിട്ട് ഏത് മാറുന്നുണ്ട്, ഇംഗ്ലീഷ് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? 20th സെഞ്ചുറിയിൽ ഗ്രോയിങ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം മാറി, പിന്നെന്താണ് മാസ് മീഡിയ അല്ലെങ്കിൽ മാധ്യമ കാര്യങ്ങൾ മാറി, ഗ്രോയിങ് ചെയ്യുകയാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷയിൽ മാറുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഭാഷ എന്ന് പറയുന്നത് ധാരാളം ഭാഷകൾ സംസാരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. 20th സെഞ്ചുറിയിൽ ഭാഷയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഏകദേശം 6500ഓളം ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡിൽ സംസാരിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, എങ്ങനെയാണ്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തായിട്ട് മാറുന്നു, ഭൂരിഭാഗം ആൾക്കാരും പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ദ പീപ്പിൾ നോയിങ് ഇംഗ്ലീഷ് അബൌട്ട് ദ 10% ഗ്ലോബൽ പോപ്പുലേഷൻ. സെക്കൻഡ് ദ നമ്പർ ഓഫ് നോയിങ് അല്ലെ, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ചൈനീസ് ആണ് എന്തെന്ന് പറയുന്നത്, ബിഗ്ഗസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ അത് മാത്രമല്ല നമ്മൾ മിക്സ്ചർ ചെയ്തിട്ട് ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിവ് സ്വീകരിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഫോക്ക് ട്രഡീഷൻ എന്താണ്? ഫോക്ക് ട്രഡീഷൻ എന്ന് പറയുന്നത്, the 20th century also saw major transformation in the position of folk for popular culture across society. Dozen traditional and modern entertainment of puppet show അല്ലെ, പപ്പറ്റ് ഷോ നമുക്കറിയാം, മാജിക് ആയിട്ടുള്ള പപ്പറ്റ് ഷോ, സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, കഥ പറച്ചിൽ, മിത്തോളജിക്കൽ ഡ്രാമ അല്ലെ, കെട്ടുകഥകളായിട്ടുള്ള നാടകങ്ങൾ, ഫോക്ക് ഡാൻസ് നാടോടി നൃത്തങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാർജിനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അരികുവൽക്കരിക്കപ്പെട്ടതാണ് അല്ലെ, മാറ്റി നിർത്തപ്പെട്ടതായിരുന്നു. വിത്തിൻ ദ പാസ്റ്റ് സെഞ്ചുറി ഓൾമോസ്റ്റ് ഡെവലപ്പിംഗ് ആണ്. എന്നാൽ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഡെവലപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏജ് ഓൾഡ് സോങ്സ്, ടെയിൽസ്, ഫാബിൾസ് ആൻഡ് യൂസ്ഡ് കമ്മ്യൂണിറ്റി ബോത്ത് ട്രാൻസ്മിറ്റേഴ്സ് വാല്യൂസ് എക്സിഡ് ജനറേഷൻ റാപ്പിഡ് ലോസ്റ്റ് ഗ്രൗണ്ട് പ്രൊഫഷണലി പ്രൊഡ്യൂസ്ഡ് എന്റർടൈൻമെന്റ് ന്യൂസ് പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് മോഡേൺ മാസ് മീഡിയ. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, അതിനേക്കാളും കുറച്ചുകൂടെ ന്യൂസ് ചാനൽസും ബ്രോഡ്കാസ്റ്റിങ്ങും അതുപോലെ തന്നെ മോഡേൺ മാസ് മീഡിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ എമർജൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഫോക്ക് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ, പപ്പറ്റ് ഷോ, മാജിക് ഷോ, അതിപ്പോ മിത്തോളജിക്കൽ ഡ്രാമ, എന്റർടൈൻമെന്റ് ഷോ, സ്റ്റോറി ടെല്ലിംഗ്, ഇതെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്, മാർജിനൈസ്ഡ് ചെയ്തതായിരുന്നു, അരികുവൽക്കരിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്, ഒരുപാട് മാറ്റങ്ങൾ വരികയുണ്ടായി അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ വരികയും എന്താ സംഭവിക്കുന്നത്, ലോസ്റ്റ് ഗ്രൗണ്ട് പ്രൊഫഷണലി പ്രൊസീജിയർ എന്റർടൈൻമെന്റ് ന്യൂസ് പ്രോഗ്രാം അല്ലെ, ന്യൂസ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂസ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ പത്രമാധ്യമങ്ങളും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരികയുണ്ടായി. മനസ്സിലായല്ലോ? ഇനി മാസ് മീഡിയ എന്താണ്? മാസ് മീഡിയ എന്ന് പറയുമ്പോൾ അറിയാലോ, പത്രമാധ്യമങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് ഓഫ് ദ ഹാൻഡ് റേഡിയോ, കൈകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാൻഡ് റേഡിയോ, അതുപോലെ തന്നെ സിനിമ, ഗ്രാമഫോൺ, നമുക്കറിയാം ഗ്രാമഫോൺ എന്ന് പറയുമ്പോൾ ഒരു കൊട പോലെ ഇരിക്കുന്നതാണ് അല്ലെ, ടെലിവിഷൻ, cassettes and CDs and computers and mobile phone arrived quick succession of revolutionized way of the received information, entertain ourselves, relate to each other, even think and respond to social and political issues. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹാൻഡിൽ, നമ്മൾ കയ്യിൽ മാത്രം ഇരിക്കുന്ന കുഞ്ഞു റേഡിയോസ്, അതുപോലെ തന്നെ ഗ്രാമഫോൺസ്, ടെലിവിഷൻസ്, കാസറ്റ്, CDs, കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഇവയുടെ എല്ലാം കണ്ടുപിടുത്തം ഒരു തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൻ മാറ്റങ്ങൾ എന്ത് ചെയ്തു, എവിടെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്, നമ്മുടെ 20th സെഞ്ചുറിയിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നത്? വളരെ പെട്ടെന്നുള്ള ക്വിക്കായിട്ടുള്ള ഒരു റെവല്യൂഷൻ തന്നെ അവിടെ എന്ത് ചെയ്തു, ശ്രദ്ധിച്ചു. പിന്നെന്താണ്
ത്രൂ ഓഫ് ദ സം ഓഫ് ദ ന്യൂ മീഡിയ സിനിമ. നമുക്കറിയാം സിനിമയിലൊക്കെ വന്നതോടുകൂടി എന്താണ് സത്യജിത്ത് റായിയുടെ സിനിമയും അതുപോലെ ചാർലി ചാപ്ലിന്റെ ഒക്കെ എന്താണ് ഒരുപാട് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഷോസ് ഒക്കെ ഒരുപാട് നമ്മളെ എന്ത് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങി, നമ്മൾ കാണാനായിട്ടും എൻകറേജ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. കാരണം പിന്നെ എന്താണ്, പിന്നെ ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ ഫോർ മാസ് ഓഡിയൻസ് വിച്ച് ഡ്രൈവിംഗ് ബിഹൈൻഡ് ദീസ് media has encouraged more sensationalist and sex and violence. ചില മീഡിയാസ് എന്തൊക്കെയാണ് സെക്സിനെയും വയലൻസിനെയും ഒക്കെ എന്ത് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, അതിനുള്ള പ്രോഗ്രാംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? സെൻസേഷണലിസം ആൻഡ് സെക്സ് ആൻഡ് വയലൻസ് ദെയർ പ്രോഗ്രസും ചില ചാനൽസ് ചില മാസ് മീഡിയാസ് എൻകറേജ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഭൂരിഭാഗം എന്ത് സംഭവിച്ചു, വളരെ ദോഷകരമായിട്ട് ബാധിച്ചു. ദ അറ്റൻഷൻ കമൻ ന്യൂ ചാനൽസ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് ബീൻ ഹിസ്റ്റോറിക്. ചിലവർ എന്താണ് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു. USA ആണ് എന്തെന്ന് പറയുന്നത്, മെജോറിറ്റി ഫാമിലീസ് ഓൾറെഡി ഹാവ്, ഒരുപാട് ഫാമിലീസ് കാണുന്ന എന്താണ് രാജ്യം എന്ന് TV ഷോ കാണുന്നത് ആരാണ്, USA ആയിട്ട് മാറുകയാണ്. TV says 1980 that average child there spend twice and much time before times and study for sports. ഇവിടെ പറയുന്നുണ്ട് 1980 ആയപ്പോൾ സർവേസ് ഒക്കെ ആവറേജ് ചൈൽഡ്സ് there spend twice അല്ലെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? മച്ച് ടൈം ബിഫോർ ടെലിവിഷൻ സ്റ്റഡി ഓർ സ്പോർട്സ്. സ്റ്റഡിക്ക് പഠിക്കാനും സ്പോർട്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവര് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നവരെ നമ്മൾ എന്ത് ചെയ്തു, മാസ് മീഡിയയിൽ നോക്കുകയാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ നോക്കിയെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെയാണ് മാസ് മീഡിയ എന്ന് പറയുമ്പോൾ. എന്താണ് ആ സമയത്ത് കാസറ്റും ഗ്രാമഫോണും റേഡിയോയും സിനിമാസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചാർലി ചാപ്ലിന്റെ സിനിമാസും അതുപോലെ സത്യജിത്ത് റായിയുടെ സിനിമാസും ഒക്കെ വന്നതോടുകൂടി കുറെ കൂടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പക്ഷേ ആ സമയത്ത് എന്താ സംഭവിച്ചത്, USA ആണ് ഒരുപാട് സർവേയിൽ എന്താ പറയുന്നത്, ഫാമിലീസ് ഓൾറെഡി ഹാഡ് 2 TV സെറ്റ്സ്. അതില് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, TV കാണുന്നുണ്ട് അല്ലെ, സ്റ്റഡി ചെയ്യാനും സ്പോർട്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇനി റിലീജിയൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ്, 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് നാഷണലിസം, 2 ഹ്യൂമണിസ്റ്റും. മനസ്സിലാവുന്നുണ്ടോ? നാഷണലിസ്റ്റും ഹ്യൂമണിസ്റ്റും. നാഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ്, ദേശീയവാദികളെന്നും ഹ്യൂമണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മാനവികവാദികളെന്നും തിരിക്കുന്നുണ്ട്. മനസ്സിലാവും? മാനവികവാദികളെന്നും അതുപോലെ തന്നെ എന്താണ്, ദേശീയവാദികളെന്നും തിരിക്കുന്നുണ്ട്. കാരണം റിലീജിയസ് ആൻഡ് സെയിം ടൈം ഇൻഡീഡ് ആർ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് മോസ്റ്റ് പീപ്പിൾ കണ്ടിന്യൂ ദാറ്റ് ദംസെൽഫ് എമംഗ്സ് ബിലീഫ് ഓഫ് ദ റിലീജിയൻ. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, മതപരമായ കാര്യങ്ങൾ വിശ്വസിക്കാനും അത് ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ ആ സമയത്ത് നമുക്കിവിടെ കുറച്ച് കൊടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിക്കേ. Thus only century ago most marriages even the mandatory. ഇവിടെ പറയുന്നുണ്ട് ഈ 101% അല്ലെങ്കിൽ 10% മാത്രമാണ് എന്ത് നടന്നിരുന്നത്, വിവാഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആളുകൾ മാത്രമാണ് നിരീശ്വരവാദികളായിട്ട് മാറിയിരുന്നത്. ഒരു 10% ആൾക്കാർ എന്തിലോട്ട് മാറുകയാണ്, നിരീശ്വരവാദികളായിട്ട് മാറുകയാണ്. അതായത് 1980 സർവേ റിലീജിയസ് ആൻഡ് ബിലീഫ്സ് ആൻഡ് യൂസ് എക്സാമ്പിൾ ഫോർ 10% പീപ്പിൾ themselves എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർക്കൊന്നും എന്തില്ല, ദൈവമില്ല എന്ന് പറയുന്ന കുറച്ചു പേരായിട്ട് 10% ആൾക്കാർ മാറുകയാണ്. മോറോവർ പിൽഗ്രിംസ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിവോഷണൽ ലിറ്ററേച്ചർ ആൻഡ് സോങ്സ് ഹാസ് ആക്ച്വലി ഗ്രോത്ത് ഫിനോമിനലി ആൻഡ് പാസ്. പിന്നെ എന്താണ്, കുറച്ചു പേര് എന്താണ് പള്ളികളിൽ വിവാഹം നടത്തിയിരുന്നു. ഇൻഫ്ലുവൻസ് ഇവിടെ പറയുന്നുണ്ട്. പള്ളികളിൽ എന്ത് ചെയ്തിരുന്നു, വിവാഹങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഗ്രീറ്റിംഗ് മീൽസ്, സെലിബ്രേഷൻസ്, പബ്ലിക് സെറിമണീസ്, ആഹാര കാര്യങ്ങള്, അതുപോലെ ആഘോഷങ്ങള്, പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങള് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ്, മോസ്റ്റ് ആയിട്ടുള്ള കുറെ വിവാഹങ്ങളെല്ലാം കൂടുതലായിട്ട് നടത്തിയിരുന്നത് എവിടെയാണ്, പള്ളികളിലാണ്. പിന്നെ നവജാത ശിശുക്കള് അതുപോലെ തന്നെ അവർക്കൊക്കെ എന്ത് നൽകിയിരുന്നു, മാമോദീസ് അല്ലെങ്കിൽ ബാപ്റ്റിസം നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, 1990 ആയപ്പോൾ എന്താണ് ഫ്രാൻസിലൊക്കെ എന്താണ് 30% ദമ്പതികൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, പള്ളികളിൽ വിവാഹം ചെയ്തിരുന്നുള്ളൂ. 30% ആൾക്കാർ മാത്രമേ എവിടെ നടത്തിയിട്ടുള്ളൂ വിവാഹം, പള്ളികളിൽ നടത്തിയിട്ടുള്ളൂ. പിന്നെ എന്താണ്, ഡിവോഴ്സ്, അബോർഷൻ വിച്ച് വെയർ പ്രൊഹിബിറ്റഡ് ബൈ ദ ചർച്ച് ഹാവ് നോട്ട് ഓൺലി ലീഗലൈസ്ഡ് ദ മോസ്റ്റ് സെഞ്ചുറി. അതായത് വിവാഹമോചനവും ഡിവോഴ്സും ചെയ്യില്ലേ, ഗർഭചിത്രമൊക്കെ ചെയ്തിട്ട് അതിന് നിയമവിധേയം മാത്രമല്ല കൂടുതൽ അംഗീകരിക്കുകയും എന്താണ്
അപമാനിക്കുകയും ചെയ്തു. അതായത് അതൊന്നും വിവാഹം കഴിക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവാഹ ജീവിതത്തിലൊക്കെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഡിവോഴ്സ് ആൻഡ് അബോർഷൻ വിച്ച് വെയർ പ്രൊഹിബിറ്റഡ് ബൈ ദ ചർച്ച് ഹാവ് ബീൻ നോട്ട് ഓൺലി ലീഗലൈസ്ഡ് നിയമപരമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, വിവാഹ ബന്ധങ്ങളിലൊന്നും ഏർപ്പെടാതെയൊക്കെ എന്ത് ചെയ്തു, അവര് ജീവിക്കുകയൊക്കെ ചെയ്തു. ഇതെന്താണ്, മറ്റ് രാജ്യങ്ങൾക്ക് അത് എന്തായി മാറുന്നു, കൂടുതലായിട്ട് അംഗീകരിക്കുകയും നിയമവിധേയകം മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റിലീജിയൻ എന്ന് പറയുന്നതാണ്, രണ്ട് തരത്തിലുള്ള റിലീജിയൻ ഉണ്ട്, നാഷണലിസ്റ്റും ഉണ്ട്, ഹ്യൂമനിസ്റ്റും ഉണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, കുറച്ച് മതപരമായ കാര്യങ്ങള്, മീൽസ്, ആഹാര കാര്യങ്ങള്, അതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 10% ആൾക്കാർ മാത്രമാണ് എസ്തെറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എന്നു പറഞ്ഞത്, നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. പിന്നെ 1919 ആയപ്പോൾ എന്താണ്, ഫ്രാൻസിൽ 30% ദമ്പതികൾ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ട്, പള്ളികളിൽ വിവാഹമായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എങ്ങനെയാണ്, ഡിവോഴ്സിലൂടെയും അതുപോലെ തന്നെ ഗർഭവിച്ഛിത്രവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഗലി അല്ലാതെ നടത്തിയിട്ടുമുണ്ട്. മനസ്സിലായോ? ഇതാണ് റിലീജിയന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ മേഖലയാണ് അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ, മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, സെക്യുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ്, ഒരുപാട് കാര്യം, റീഡിങ്, റൈറ്റിംഗ്, കാൽക്കുലേഷൻസ് അല്ലെ, കണക്കുകൾ കൂട്ടാനും അതുപോലെ തന്നെ എന്താണ് വായിക്കുവാനും എഴുതുവാനും ഒക്കെ എന്ത് ചെയ്തു, പഠിച്ചു. വായിക്കുവാനും എഴുതുവാനും ഒക്കെ പഠിച്ച പീരീഡാണ് ഏതെന്ന് പറയുന്നത്, 20th സെഞ്ചുറി എന്ന് പറയുന്നത്. പഠിക്കാനും എഴുതുവാനും ഒക്കെ ഇവർ എന്ത് ചെയ്തു, മുൻനിരയില് വരികയുണ്ടായി. മനസ്സിലായി? അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ. പിന്നെ എന്താണ്, 19th സെഞ്ചുറിയിലൊക്കെ ആയപ്പോൾ എന്താ സംഭവിച്ചത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള, ഒരു ഫ്രീ ആയിട്ട് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയിട്ട് മാറുകയാണ്. എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന ഒരു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയിട്ട് 20th സെഞ്ചുറിയിൽ മാറുകയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, മോസ്റ്റ് വെസ്റ്റേൺ കൺട്രീസ് ഹാഡ് മെയ്ഡ് സ്കൂൾ എഡ്യൂക്കേഷൻ കമ്പൽസറി ഹാഡ് അഫോർഡബിൾ ഫോർ free and 19th century. It previous century, the newly liberated nations Asia and Africa made effort same direction of the less success on limited resources to heavy burden colony. വേറൊന്നുമല്ല, എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള എന്താണ് വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് മുൻനിരയിൽ വന്നു. മനസ്സിലാവുന്നുണ്ടോ? താങ്ങാൻ കഴിയുന്ന, അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്തു. പിന്നെ എന്താണ്, അഫോർഡബിൾ ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് 1939 എന്താ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെല്ലാം എന്താണ് ജനസംഖ്യയുടെ 0.1% താഴെ മാത്രമേ കോളേജുകൾ ചേർന്നിരുന്നു. അതായത് ഇവിടെ നമുക്ക് വേറൊന്നുമല്ല, ആദ്യമൊക്കെ കുറച്ചു പേര് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എന്താണ് പഠനത്തിനായിട്ട് പോയിട്ടുള്ളത്. പിന്നെ എന്തായി മാറുന്നു, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വളരെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ എന്താണ് ലാർജ് കൺട്രികളിലോട്ടൊക്കെ വ്യാപിക്കാനായിട്ട് തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്? 1916 1918 ഇടയിലൊക്കെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എന്ത് മാറി, ഉന്നത വിദ്യാഭ്യാസം മാറുകയുണ്ടായി. മനസ്സിലായോ? അവർക്ക് എന്തിനൊക്കെ കഴിവുണ്ടായിരുന്നു, കാൽക്കുലേഷൻസിന്, റീഡിങ്ങിന്, റൈറ്റിംഗ്സിന്, മറ്റു കാര്യങ്ങളിലെല്ലാം എന്തുണ്ട്, 20th സെഞ്ചുറിയിലെ പീപ്പിൾസിന് കഴിവുണ്ടായിരുന്നു. മനസ്സിലായോ? സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുകയും, അത് മാത്രവുമല്ല 1939 ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യയുടെ 0.1% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ട് തുടക്ക കാലഘട്ടത്തിൽ കോളേജിൽ പോയിരുന്നുള്ളൂ. എന്നിരുന്നാലും പിന്നെ എന്ത് സംഭവിച്ചു, ഏകദേശം ആൾക്കാരെല്ലാം എവിടേക്ക് പോകാൻ തുടങ്ങി, കോളേജില് വിദ്യാഭ്യാസം സ്വീകരിക്കാനായിട്ട് തുടങ്ങുകയും 1916 1918 സമയത്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി എന്തു മാറുകയാണ്, എഡ്യൂക്കേഷൻ മാറുകയും ചെയ്തു. ഇവരെല്ലാം പിന്നെ എന്ത് ചെയ്തു, സ്പ്രെഡായി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഹിത എന്ത് ചെയ്തു, സ്പ്രെഡ് ആകാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് ട്രഡീഷൻസ്, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം, എങ്ങനെയാണ് കൾച്ചർ, എങ്ങനെയാണ് 20th സെഞ്ചുറിയിലെ ആൾക്കാരുടെ മാറ്റങ്ങൾ, എങ്ങനെയാണ് വിവാഹ ജീവിതങ്ങൾ, എങ്ങനെയാണ് ലാംഗ്വേജസ്, എങ്ങനെയാണ് റിലീജിയൻ, എങ്ങനെയാണ് കാസ്റ്റ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നന്നായിട്ടൊന്ന് വായിക്കുക, നന്നായിട്ടൊന്ന് ക്ലാസ് കാണുക, ടെക്സ്റ്റ് ഇതുപോലെ എടുത്തു വച്ചിട്ട് എല്ലാം പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി, ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യുക, നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനോട് ഒന്ന് പരിചയപ്പെടുത്തുക കൊടുക്കുക. കോളേജ് വരുന്നത്
എല്ലാവർക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ കളിക്കുള പോകുന്ന റോഡിൽ വാംപുത്ര ബിൽഡിംഗ് ആണ്. അതിന്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്വീകരിക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ് സ്വീകരിക്കാം, ഓഫ്ലൈൻ ക്ലാസ് സ്വീകരിക്കാം എന്ന് താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ ക്ലാസ് സ്വീകരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആശംസിക്കുകയാണ്. നല്ലപോലെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമ്മളൊരു റിവിഷൻ സീരീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ അതുവരെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് എല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റിവിഷനും ഒന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.